കടങ്ങൾ പെരുകി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. സാമ്പത്തിക വർഷത്തിൽ ഡെറ്റ് ഫ്രീ ആയിട്ട് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സ്നോബോൾ മെത്തേഡ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങളുടെ കടങ്ങൾ ചെറുത് മുതൽ വലുത് വരെ ഓരോന്നായിട്ട് ലിസ്റ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് എമൗണ്ട് ഇപ്പം നോക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് ഗൂഗിൾ പേ ആയിട്ട് മേടിച്ച 1000 രൂപ ഉൾപ്പെടെ എഴുതിക്കും. ഇനി ചെയ്യാനുള്ളത് ഇതിൽ ഏറ്റവും ചെറുത് മുതൽ അടച്ചു തീർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ചെയ്യുന്നതിനോടൊപ്പം എല്ലാ ലോണുകളുടെയും അല്ലെങ്കിൽ എല്ലാ ബാധ്യതകളുടെയും മിനിമം എമൗണ്ട് നിങ്ങൾക്ക് അധികം ബാധ്യത ഉണ്ടാക്കാത്ത രീതിയിൽ, അതായത് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്ന എമൗണ്ട് അല്ലെങ്കിൽ പെനാൽറ്റി വരാൻ സാധ്യതയുള്ള എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് അടയ്ക്കുക. പക്ഷേ ഏറ്റവും കൂടുതൽ എമൗണ്ട് പോകേണ്ടത് ഇതിൽ ഏറ്റവും ചെറിയ ലോണിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ബാധ്യതയ്ക്കായിരിക്കണം. കടബാധ്യത ഇല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ലോൺ അടച്ചു തീർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഈ സാറ്റിസ്ഫാക്ഷനാണ് നിങ്ങളുടെ അടുത്ത ബാധ്യത തീർക്കാനായിട്ടുള്ള നിങ്ങളുടെ എനർജി. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങളുടെ കടബാധ്യതകളെല്ലാം തന്നെ തീർക്കാൻ പറ്റുന്നതാണ്. തിങ്ക് അബൌട്ട് ഇറ്റ്.